എൻ്റെ പേര് സുഷമ വർഗീസ് എന്നാണ്. ഞാനിവിടെ EIG ലാംഗ്വേജ് അക്കാഡമിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ജർമ്മൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആൽഫബറ്റ് പഠിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ആൽഫബറ്റ് ഇല്ലാതെ നമുക്കൊരു ഭാഷ പഠിക്കാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനാൽ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആൽഫബറ്റിലെ A തൊട്ട് Z വരെയുള്ള അക്ഷരങ്ങളും പിന്നെ 4 എക്സ്ട്രാ അക്ഷരങ്ങളും ജർമ്മൻ ഭാഷയിലുള്ള ഇതിനെ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാഷയില്ലാതെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിനാൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു ഭാഷ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തെ പിന്തുടർന്നുകൊണ്ട് പോയ ഐഡിയാസുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയിലെ പോലെ തന്നെയാണ് ജർമ്മൻ ഭാഷയിലെയും അക്ഷരമാല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഭാഷയുടെ ആൽഫബറ്റ് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയുടെ ആൽഫബറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം അതിൻ്റെ വാക്ക് നൗണാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നൗൺ എങ്ങനെ അതിൽ സംവിധാനമായിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റിൻ്റെ ഒരു മൊത്തത്തിലൊരു വാക്കുണ്ടാവും അല്ലേ, ആൽഫബറ്റ് എന്നുള്ള വാക്ക്. അത് ജർമ്മനിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ജർമ്മൻ ഭാഷയിൽ ആർട്ടിക്കിൾ എല്ലാ നൗണിനും ബാധകമാണ്. അപ്പോൾ അത് കൂട്ടിയാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. അതിനാൽ തന്നെയാണ് ഞാൻ ഈ ആൽഫബറ്റിൻ്റെ കൂടെ അതിൻ്റെ ആർട്ടിക്കിളും കൂടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജർമ്മൻ ആൽഫബറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ജർമ്മനിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്തെടുക്കാം എന്നാണ് പരിചയപ്പെടേണ്ടത്. ആ വാക്കാണ് ദാസ് ആൽഫബറ്റ്. ദാസ് ആൽഫബറ്റ് എന്നുള്ള വാക്ക്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് ജർമ്മൻ ആൽഫബറ്റ് എന്ന് A തൊട്ട് അല്ലെങ്കിൽ ആ എന്നാണ് ജർമ്മനിൽ പറയുക, ഇത് ആ. അപ്പോൾ ഇതിൻ്റെ ഒരു നീണ്ട വേർഷനും ഉണ്ടാവും, ഒരു ഷോർട്ട് വേർഷനും എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ A എന്നുള്ളത് ജർമ്മനിൽ ആ എന്നാണ് പറയുക, ആ എന്ന് പറയും. ബിക്ക് ബേ എന്ന് പറയും, ബേ എന്നാണ് പറയുക. സേക്ക് അല്ലെങ്കിൽ സിക്ക് സേ എന്ന് പറയും. ഇവിടെ അക്ഷരം എഴുതിയേക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. സി എന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്, സേ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ സിക്ക് സേ എന്ന് നമ്മൾ പറയണം. ഡിക്ക് ഡേ എന്ന് പറയണം, ഡേ. അടുത്തത് ഇക്ക് എ എന്നാണ് ജർമ്മൻ ഭാഷയിലെ ഉച്ചാരണം. അടുത്തത് എഫിന് നമ്മൾ എഫ് എന്ന് തന്നെ പറയും, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ജിക്ക് നമ്മൾ ഗേ എന്നാണ് പറയുക, ഗേ. ജി അല്ല, ഗേ ആണ്. അടുത്തത് എച്ച് ആണ് വരുന്നത്, അതിന് നമ്മൾ ഹ. ഇത് ഒച്ചയിൽ ഉച്ചരിക്കണം, ഹ. നമ്മൾ ഉറക്കെ ആണ് എച്ച് പറയേണ്ടത്, ഹ ഹ എന്നുള്ള ഉച്ചാരണം വരണം. അടുത്തത് ഐക്ക് നമ്മൾ ഇ എന്നാണ് പറയുക. അപ്പോൾ ഐക്ക് ഇ എന്നാണ് പറയുക. ജേക്ക് നമ്മൾ ജെ എന്ന് പറയില്ല, അത് ഉച്ചരിക്കില്ല. അതിന് പകരം നമ്മൾ പറയുന്നത് യോട്ട്, യോട്ട് എന്നാണ്. പക്ഷെ വാക്കുകൾ എഴുതുമ്പോൾ യോട്ടെന്ന് വായിക്കില്ല, അതിൻ്റെ വേറെ ഉച്ചാരണമാണ് വരിക. അത് നമ്മൾ പിന്നെ പഠിക്കും. അടുത്തത് കേക്ക് ക എന്നാണ് പറയുക, ക എന്ന ഉച്ചാരണം. എല്ലിന് നമ്മൾ എല്ലെന്ന് തന്നെയാണ് പറയുക, അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അടുത്തത് എമ്മിന് എം എന്ന് തന്നെ പറയും, എമ്മിന് എം എന്ന് തന്നെ. എന്നിനും എന്ന് തന്നെയാണ് പറയുക, അതിനൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. പിന്നെ വരുന്നത് ഓയാണ്, അതും ഓ എന്ന് തന്നെ പറയും. അടുത്തത് ഓ എന്ന് തന്നെ പറയും. അടുത്തത് വരുന്നത് പി ആണ്. പിക്ക് നമ്മൾ പേ എന്നാണ് വായിക്കുക, പേ. പിക്ക് നമ്മൾ പേ എന്നാണ് വായിക്കുക. അടുത്തത് നമ്മൾ ക്യൂവിന് കൂ എന്നാണ് പറയുക, കൂ എന്ന് പറയും. അടുത്തത് എറിന് നമ്മൾ എർ എന്നുള്ള വാക്ക് നമ്മൾ എർ എന്ന് വെച്ചാൽ ഈ ഒരു
തൊണ്ടേന്ന് ഒരു വൈബ്രേഷൻ വരണം, എന്നിട്ടാണ് നമ്മൾ എർ പറയേണ്ടത്. അത് എർ. അതുകൊണ്ടാണ് ഞാൻ 2 R ഇവിടെ ഇട്ടേക്കണത്. അടുത്തത് എസ് എന്ന് തന്നെയാണ് പറയണത്. അടുത്തത് വരുന്നത് ടി, ടേ എന്നാണ് വായിക്കുക, ടേ. അടുത്തത് യുക്ക് ഊ എന്നാണ് വായിക്കുക, ഊ. അപ്പം ഇനി അടുത്തത് വരുന്നത് വി ആണ്. വിക്ക് നമ്മൾ ജർമ്മനിൽ പറയുക ഫൗ എന്നാണ്. അപ്പോൾ ഇവിടെ വി അല്ല ഉച്ചരിക്കേണ്ടത്, എഫ് ആണ്. അപ്പോൾ അത് ഈ ഒറ്റയ്ക്ക് ആൽഫബറ്റായിട്ട് വരുമ്പോൾ ഇത് ഫൗ എന്നാണ് വായിക്കുക. അടുത്തത് വരുന്നത് ഡബ്ല്യു ആണ്. പക്ഷെ അത് നമ്മൾ ഇംഗ്ലീഷിലെ വി പോലെയാണ് ഇത് വായിക്കുക. അപ്പോൾ വേ എന്ന് വായിക്കും, വേ. ഡബ്ല്യു വായിക്കുന്നത് വേ എന്ന ഉച്ചാരണത്തോടു കൂടിയാണ്. അടുത്തത് വരുന്നത് എക്സ് ആണ്. നമ്മൾ എക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, പക്ഷെ ജർമ്മനിൽ പറയുന്നത് ഇക്സ് എന്നാണ്, ഇക്സ്. അപ്പോൾ അത് എക്സ് എന്നുള്ളത് ഇക്സ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് വൈ നമ്മൾ ഉച്ചരിക്കുന്നത് ഇപ്സിലോൺ എന്നാണ്. വൈ എന്ന് ഉച്ചരിക്കുന്നത് ഒറ്റയ്ക്ക് ഉച്ചരിക്കുമ്പോൾ മാത്രം ഇപ്സിലോൺ എന്ന് വരും. വാക്കിൻ്റെ കൂടെ വരുമ്പോൾ ആ ഒരു ഉച്ചാരണത്തോടു കൂടിയായിരിക്കും നമ്മൾ വായിക്കുന്നത്. അടുത്തത് സെഡ് എന്നുള്ളത് സെറ്റ്, സെറ്റ് എന്നാണ് വായിക്കുക, സെറ്റ് എന്ന് വായിക്കും. അടുത്തത് നമുക്ക് വേറെ 4 അക്ഷരങ്ങൾ ഇതിലുണ്ട്. ഇത് 3 വവ്വൽസിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒരു 2 കുത്ത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ എ ഇവിടെ ജർമ്മനിൽ ആ എന്നുള്ളത് നമ്മുടെ ഇംഗ്ലീഷിലെ എ ആയിട്ട് മാറും. അത് കാരണം ഈ കുത്ത് വന്നുകൊണ്ട് മാത്രമാണ്. ഇത് ജർമ്മനിൽ എ എന്ന് വരുന്നത് അത് ഇംഗ്ലീഷിലെ എ തന്നെയാണ്. നമ്മൾ ആൽഫബറ്റിൻ്റെ തുടക്കത്തിൽ എ എന്ന് പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് ഇതിൽ എ ആയിട്ട് വരുന്നത്. അടുത്തത് എ എന്ന് വരും, എ. അത് ഓയുടെ മുകളിൽ ഉംലൗട്ട് എന്ന് പറയാം, ഉംലൗട്ട് എന്നാണ് ഈ 2 കുത്ത് ഇടുന്നതിന് പറയുന്നത്. അപ്പം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അതിൻ്റെ ഉച്ചാരണം അതിൽ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ചുണ്ട് ഇങ്ങനെ കൂർപ്പിച്ചിട്ട് നിങ്ങളുടെ ഈ നാക്ക് സ്പൂണിൻ്റെ പോലെ 2 സൈഡിൽ നിന്നും വളയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇച്ചിരി കൊണ്ടുവന്നിട്ട് എന്ന് വായിക്കുക, എന്നാണ് ആ ഉച്ചാരണം. അപ്പം അത് നമ്മൾ വേണമെങ്കിൽ എന്തോന്നാ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഇതുള്ളൂ. പലർക്കും ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ചുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഈ നാക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, സ്പൂൺ പോലെ വളച്ച്, എന്നിട്ട് എന്ന് ഉച്ചരിക്കുക. അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ യുവിൻ്റെ മുകളിൽ ഉംലൗട്ട്, ഈ 2 കുത്തുള്ളതുകൊണ്ട് ഉംലൗട്ട് എന്ന് പറയും. അതിനും നമ്മൾ ഇപ്പോൾ നമ്മൾ വിസിലടിക്കാൻ പോണ പോലെയൊക്കെ ഇങ്ങനെ ചുണ്ട് കുറിപ്പിക്കൂലേ, ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന പോലെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞത് ഇത്തിരി കൂടെ നീട്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന കണ്ട, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ക്യാപിറ്റൽ ബി പോലെയാണ് ഇത് കിടക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. അതിൻ്റെ അടിയിലൊരു ചെറിയ വാലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ബി അല്ല എന്ന് മനസ്സിലാക്കാം. ഈ ഒരു അക്ഷരമാല കൊണ്ട് ഒരു വാക്കിൻ്റെയും അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെയും ആദ്യം ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ആൽഫബറ്റ് വരില്ല ഒരിക്കലും. വാക്കിൻ്റെ ഇടയ്ക്കൊക്കെ അത് വരുള്ളൂ. അത് എസെറ്റ് എന്നാണ് വായിക്കുക. എസെറ്റ് എന്ന് നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാം. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന് 2 എസ് കൂടിയ വാക്കാണ്. 2 എസ് ആണ് ഇതിന് പകരമായിട്ട് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വാക്കാണ് നമുക്ക് വേണമെങ്കിൽ ഫൂസ് എന്ന് പറയാം. ഫൂസ് എന്ന് പറയുന്നത് ഫുട്ടാണ്. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമുക്ക് FUSS എന്ന് ഈ സാധനം നമ്മൾ 2 എസ് ആയിട്ടാണ് വായിക്കുന്നത്. അതാണ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഈ ക്യാപിറ്റൽ ബി എന്നല്ല അത് ഉദ്ദേശിക്കണേ. 2 എസ്സിന് പകരം എഴുതുന്ന ഒരു അക്ഷരമാലയാണ്. അത് ജർമ്മനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആൽഫബറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ ആൽഫബറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? അപ്പോൾ തുടങ്ങാം നമുക്ക്. ആ, ബേ, സേ, ഡേ, എ,
എഫ്, ഗെ, ഹ, ഇ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പെ, ക്യു, ആർ, എസ്, ടി, ഉ, ഫൗ, വെ, എക്സ്, ഇപ്സിലോൺ, സെഡ്, എ, എ, ഇ, എസ് സെറ്റ്. എത്രയാണ്? 26 ആൽഫബറ്റ് കൂടാതെയുള്ള 4 കൂടെ കൂട്ടി 30 ആൽഫബറ്റാണ് ജർമ്മൻ ഭാഷയിലുള്ളത്. അപ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഇതിലുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് ആരെങ്കിലോടും പറയാൻ നാണക്കേട് വിഷമമൊക്കെ ആണെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കേട്ട് ഇതിൻ്റെ വീഡിയോ കേട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്വായത്തമാക്കാൻ പറ്റും. ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.